നമസ്കാരം. സ്റ്റാർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഹരികൃഷ്ണൻ. നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ. വയോജനങ്ങൾക്ക് അവകാശപ്പെട്ട നിയമ സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്താൻ ഏവരും തയ്യാറാവണമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. വയോജനങ്ങളെ സംരക്ഷിക്കുക എന്നത് സാമൂഹിക ഉത്തരവാദിത്വമായി കാണണമെന്നും കെ കൃഷ്ണൻകുട്ടി. നെന്മാറ പോത്തുണ്ടിയിലെ ഇരട്ടക്കൊലപാതകം. അമ്മയുടെയും മകന്റെയും മൃതദേഹങ്ങൾ സംസ്കരിച്ചു. പ്രതി ചെന്താമരയ്ക്കുള്ള തിരച്ചിൽ തുടരുന്നു. മുടപ്പല്ലൂരിന് സമീപം വ്യത്യസ്ത അപകടങ്ങളിലായി 2 പേർ മരിച്ചു, ഒരാൾക്ക് പരിക്ക്. മുടപ്പല്ലൂർ അഴീക്കുളങ്ങര ക്ഷേത്രത്തിന് സമീപവും കരിപ്പാലിക്ക് സമീപവുമാണ് അപകടം സംഭവിച്ചത്. റേഷൻ കടകളിൽ ഭക്ഷ്യധാന്യങ്ങളുടെ ലഭ്യതക്കുറവ് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ റേഷൻ കടകൾക്ക് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. വയോജനങ്ങൾക്ക് അവകാശപ്പെട്ട നിയമ സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്താൻ ഏവരും തയ്യാറാവണമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. ആലത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പ്രവർത്തനം ആരംഭിച്ച പകൽ വീടിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതിൽ ചില നിയമവ്യവസ്ഥകൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുക. ഭരണഘടന ആർട്ടിക്കിൾ 51 ജോലി, വിദ്യാഭ്യാസം, വാർദ്ധക്യ സമയത്ത് പൊതുസഹായം എന്നിവയ്ക്കുള്ള അവകാശം ഉറപ്പുവരുത്താനുള്ള വ്യവസ്ഥ ഉണ്ടാക്കാൻ സംസ്ഥാനത്തിന് നിർദ്ദേശം നൽകാം. സംസ്ഥാനങ്ങൾക്ക് ചെയ്യാം. ആർട്ടിക്കിൾ 46 മുതിർന്ന പൗരന്മാരുൾപ്പെടെ ദുർബല വിഭാഗങ്ങളുടെ സാമ്പത്തികവും വിദ്യാഭ്യാസപരമായ താല്പര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നു. 2 മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും പരിപാലനവും ക്ഷേമവും നിയമം 2007 നിയമമുണ്ട്. ആ നിയമം ഇന്ത്യയിലെ വയോജന സംരക്ഷണത്തിലുള്ള പ്രാഥമിക നിയമമാണത്. പ്രധാന വ്യവസ്ഥകൾ ഉൾപ്പെടുന്നു. അറ്റകുറ്റപ്പണികൾക്ക് അവകാശം മുതിർന്ന പൗരന്മാർക്ക് അറ്റകുറ്റപ്പണി നൽകാൻ കുട്ടികളും ബന്ധുക്കളും നിയമപരമായി ബാധ്യസ്ഥരാണ്. നിങ്ങൾ താമസിക്കുന്നവിടെ വീട് നേരെയാക്കിയെങ്കിൽ മക്കളെ അത്യാവശ്യം ശിക്ഷിക്കാനുള്ള നിയമമുണ്ട്. വയോജനങ്ങളെ സംരക്ഷിക്കുക എന്നത് സാമൂഹിക ഉത്തരവാദിത്വമായി കാണണമെന്നും മന്ത്രി കൃഷ്ണൻകുട്ടി പറഞ്ഞു. ചടങ്ങിൽ കെ ഡി പ്രസേൻ MLA അധ്യക്ഷനായി. ഹരിത വിദ്യാലയങ്ങൾക്കും തെരഞ്ഞെടുക്കപ്പെട്ട അയൽക്കൂട്ടങ്ങൾക്കും സർട്ടിഫിക്കറ്റ് വിതരണവും ചടങ്ങിൽ നടത്തി. ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബാബു മുഖ്യ അതിഥിയായിരുന്നു. ആലത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എ ഷൈനി, നവകേരളം കർമ്മ പദ്ധതി ജില്ലാ കോർഡിനേറ്റർ പി സൈതലവി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ പരുവക്കൽ, സ്ഥിരം സമിതി ചെയർപേഴ്സൺമാരായ N കുമാരി, ഫസീല, പഞ്ചായത്ത് അംഗങ്ങളായ U ഫാറൂഖ്, V കനകാംബരൻ, CDS ചെയർപേഴ്സൺ നിഷ, ആലത്തൂർ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് C രാജൻ, C ഭവദാസൻ, സോമൻ പള്ളത്ത്, ദിവാകരൻ, K സതീഷ്, ജബ്ബാർ, ഗോപി, കലാധരൻ, U സജീർ, R രാഘവൻ, നന്മ മാനേജിംഗ് ട്രസ്റ്റി K സുകുമാരൻ എന്നിവർ സംസാരിച്ചു. നെന്മാറ പോത്തുണ്ടിയിലെ ഇരട്ടക്കൊലപാതകം. അമ്മയുടെയും മകന്റെയും മൃതദേഹങ്ങൾ സംസ്കരിച്ചു. ചെന്താമരയ്ക്കായുള്ള തിരച്ചിൽ തുടരുന്നു. പോത്തുണ്ടിയിൽ ജാമ്യത്തിലിറങ്ങിയ കൊലക്കേസ് പ്രതി വെട്ടിക്കൊലപ്പെടുത്തിയ തിരുത്തൻപാടം ബോയൻ കോളനിയിലെ ലക്ഷ്മിയുടെയും സുധാകരൻ്റെയും മൃതദേഹം സംസ്കരിച്ചു. ബന്ധുക്കൾക്ക് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വിട്ടുനൽകിയ മൃതദേഹം ഉച്ചയോടെയാണ് വീട്ടിലെത്തിച്ചത്. വക്കാവ് പൊതുശ്മശാനത്തിലാണ് ലക്ഷ്മിയുടെ സംസ്കാര ചടങ്ങുകൾ നടത്തിയത്. എലവഞ്ചേരി പൊതുശ്മശാനത്തിൽ സുധാകരൻ്റെ സംസ്കാര ചടങ്ങുകളും നടന്നു. ജനപ്രതിനിധികളും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി. തിങ്കളാഴ്ച രാവിലെ 10 മണിയോടെയാണ് വീടിന് മുൻപിലിട്ട് ഇരുവരെയും ചെന്താമര വെട്ടിക്കൊന്നത്. സുധാകരനെ ആക്രമിക്കുന്ന ശബ്ദം കേട്ട് ഓടിവന്ന ലക്ഷ്മിയെയും വെട്ടുകയായിരുന്നു. സുധാകരൻ സംഭവസ്ഥലത്തും ലക്ഷ്മി ആശുപത്രിയിലുമാണ് മരിച്ചത്. 2019 സുധാകരൻ്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ 1.5 മാസം മുൻപാണ് ചെന്താമര ജാമ്യത്തിലിറങ്ങിയത്. അതേസമയം ഒളിവിൽ പോയ അക്രമിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ചെന്താമര കയറിപ്പോയെന്ന് കരുതുന്ന വനത്തിനുള്ളിൽ നാട്ടുകാരുടെ സഹായത്തോടെ ഇന്നും വ്യാപക തെരച്ചിൽ നടത്തി. തമിഴ്നാട്ടിലും തെരച്ചിൽ വ്യാപിപ്പിച്ചിട്ടുണ്ട്. ആലത്തൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ 7 പേരടങ്ങുന്ന 4 ടീമുകളാണ് തെരച്ചിൽ നടത്തുന്നത്. മുടപ്പല്ലൂരിന് സമീപം വ്യത്യസ്ത അപകടങ്ങളിലായി 2 പേർ മരിച്ചു, ഒരാൾക്ക് പരിക്ക്. മുടപ്പല്ലൂർ അഴീക്കുളങ്ങര ക്ഷേത്രത്തിന് സമീപവും കരിപ്പാലിക്ക് സമീപവുമാണ് അപകടം സംഭവിച്ചത്. മുടപ്പല്ലൂർ അഴീക്കുളങ്ങര ക്ഷേത്രത്തിന് സമീപമാണ് മിനി ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് വിദ്യാർത്ഥി മരിച്ചത്. മേലാർകോട് തുടിക്കോട് റോജിത്ത് 17 വയസ്സാണ് മരിച്ചത്. തിങ്കളാഴ്ച വൈകിട്ട് 7:30 അപകടം സംഭവിച്ചത്. മുടപ്പല്ലൂർ പാക്കാട്ടിൽ വാടകയ്ക്ക് താമസിക്കുകയാണ് റോജിത്തും കുടുംബവും. മുടപ്പല്ലൂർ ടൗണിലെ തുണിക്കടയിൽ ജോലി ചെയ്യുന്ന അമ്മയെ വിളിക്കാൻ പോകുന്നതിനിടെ നെന്മാറ ഭാഗത്തേക്ക് സിനിമാ ഷൂട്ടിങ്ങിനുള്ള സാധനങ്ങളുമായി പോകുന്ന മിനി ലോറിയിൽ ഇടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ റോജിത്തിനെ നെന്മാറയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരിച്ചു. എരുമയൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയാണ് റോജിത്ത്. മുടപ്പല്ലൂർ കരിപ്പാലിക്ക് സമീപമാണ് രണ്ടാമത്തെ അപകടം സംഭവിച്ചത്. സ്കൂട്ടർ യാത്രികരുടെ മേൽ കാർ കയറിയാണ് അപകടം സംഭവിച്ചത്. ഒരാൾ മരിച്ചു, ഒരാൾക്ക് പരിക്കേറ്റു.
മുടപ്പല്ലൂർ പുല്ലമ്പാടം വിഷ്ണുദാസ് 35 വയസ്സാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന ബന്ധു 26 വയസ്സുള്ള രതീഷിനാണ് പരിക്കേറ്റത്. ഇയാളെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചൊവ്വാഴ്ച അർദ്ധരാത്രി 12:30 മുടപ്പല്ലൂർ കരിപ്പാലിക്ക് സമീപമുള്ള മരമില്ലിന് മുൻവശത്താണ് അപകടം സംഭവിച്ചത്. വടക്കഞ്ചേരിയിൽ നിന്നും മുടപ്പല്ലൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്കൂട്ടർ നിയന്ത്രണം തെറ്റി മറിഞ്ഞതിനെ തുടർന്ന് പുറകെ അമിത വേഗത്തിലെത്തിയ കാർ ഇരുവരുടെയും ദേഹത്തിലൂടെ കയറി ഇറങ്ങുകയായിരുന്നു. വിഷ്ണുദാസിന്റെ തലയിലൂടെ കാർ കയറിയിറങ്ങിയതിനെ തുടർന്ന് തൽക്ഷണം മരിച്ചു. ഇരുവരും റോഡിൽ കിടക്കുന്നത് കണ്ട് ഈ വഴി വന്ന വടക്കഞ്ചേരി EK നായനാർ ആശുപത്രിയിലെ ഡോക്ടർ ശ്രീജിത്ത് കാർ നിർത്താൻ ആവശ്യപ്പെട്ടെങ്കിലും അമിത വേഗതയിൽ യുവാക്കളുടെ ദേഹത്തുകൂടെ കയറ്റിപ്പോവുകയായിരുന്നു. അപകടത്തിനിടയാക്കിയ കാർ പിന്നീട് മംഗലം പാലത്തിന് സമീപം ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. ഡ്രൈവർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. വടക്കഞ്ചേരി പോലീസ് കേസെടുത്തു. റേഷൻ കടകളിൽ ഭക്ഷ്യധാന്യങ്ങളുടെ ലഭ്യതക്കുറവ് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ റേഷൻ കടകൾക്ക് മുൻപിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. കോൺഗ്രസ് കിഴക്കഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുണ്ടുകാട് റേഷൻ കടയ്ക്ക് മുൻപിൽ നടത്തിയ ധർണ DCC സെക്രട്ടറി ഡോക്ടർ അഴ്സലൻ നിസാം ഉദ്ഘാടനം ചെയ്തു. നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇവരുടെ പ്രധാന ആവശ്യങ്ങളായ കൃത്യമായ രീതിയിലുള്ള കമ്മീഷൻ വിതരണം, ഇവരുടെ ജീവനക്കാരുടെയും നടത്തിപ്പുകാരുടെയും കൃത്യമായ രീതിയിലുള്ള വേതന പരിഷ്കരണം, ക്ഷേമനിധി ഇവരാവശ്യപ്പെട്ടിട്ടുണ്ട്. റേഷൻ കട നടത്തുന്ന ഡീലർമാര് ആ ആവശ്യം, കിറ്റ് കൊടുത്ത വകയിൽ അവർക്ക് കിട്ടാനുള്ള കമ്മീഷൻ തുടങ്ങിയ ഒരു ആവശ്യം പോലും പ്രതിപക്ഷ സംഘടനകളും ഭരണപക്ഷ അനുകൂല സംഘടനകളും ഒരുമിച്ച് സമരം ചെയ്തിട്ട് അതൊന്നുപോലും നടപ്പിലാക്കാൻ സമ്മതം സർക്കാരിന്റെ കയ്യിൽ നിന്ന് കിട്ടാതെ ഈ സമരം പൊളിഞ്ഞിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് നമ്മൾ ഇവിടെ കണ്ടത്. ഈ സമരം ഇന്നലെ പൊളിയാനുള്ളതിന് പ്രധാന കാരണമായിട്ട് നമുക്ക് മനസ്സിലാവുന്നത്, ഇതിലേക്ക് CITUവിനെയും AITUസിനെയും ഇടതുപക്ഷ അനുകൂല സംഘടനകളെയും ഇതിലേക്ക് പരിപാടിയിൽ പങ്കെടുപ്പിച്ചു എന്നുള്ളതാണ് ഈ സമരം പൊളിയാനുള്ള പ്രധാന കാരണം. മണ്ഡലം പ്രസിഡന്റ് C ചന്ദ്രൻ അധ്യക്ഷനായി. MK ശ്രീനിവാസൻ, VJ ജോസഫ്, TK ഷാനവാസ്, ബാബു പോൾ, VP പത്മനാഭൻ, CK ഉസനാർ, മറിയക്കുട്ടി ജോർജ്, ഷീബ ബാബു, KK പൗലൂസ് എന്നിവർ സംസാരിച്ചു. വണ്ടാഴി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ധർണ DCC ജനറൽ സെക്രട്ടറി KG എൽദോ ഉദ്ഘാടനം ചെയ്തു. അവിടെ അരി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കിട്ടാനില്ല. ആ റേഷൻ കട നടത്തുന്ന ആളുകൾക്ക് വേണ്ട ആനുകൂല്യങ്ങൾ കൊടുക്കാറില്ല. അങ്ങനെ പൂർണ്ണമായിട്ടും റേഷൻ ഷോപ്പുകൾ ഈ നാട്ടിൽ അടയ്ക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഇന്നലെ കേരളത്തിലെ ഒരു റേഷൻ ഷോപ്പും തുറന്നിട്ടില്ല. എല്ലാ റേഷൻ ഷോപ്പും അടച്ചിട്ടു. ഉടനെ ചർച്ച ചെയ്തു. അവിടെ കോൺഗ്രസ് സമരം എന്ന് പ്രഖ്യാപിച്ചു. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള റേഷൻ ഷോപ്പിന്റെ മുന്നിൽ സമരം ചെയ്യുമെന്ന് കോൺഗ്രസ് പറഞ്ഞു. ഇന്നലെ ചർച്ച ചെയ്തു. റേഷൻ ഡീലേഴ്സിന്റെ പ്രശ്നം ഭാഗികമായിട്ട് പരിഹരിച്ചു. ഇന്ന് റേഷൻ ഷോപ്പ് തുറന്നു. പക്ഷേ ഇവിടെ സാധനം വന്നിട്ടില്ല. സാധനം ഇന്ന് വരുമെന്നാണ് പറയുന്നത്. വണ്ടാഴി റേഷൻ കടയ്ക്ക് മുമ്പിൽ സംഘടിപ്പിച്ച ധർണയിൽ മണ്ഡലം പ്രസിഡന്റ് KM ശശീന്ദ്രൻ അധ്യക്ഷനായി. K രാമകൃഷ്ണൻ, M സുരേഷ് കുമാർ, ഡിനോയ് കോമ്പാറ, പ്രമോദ് തണ്ടലോട്, N വിഷ്ണു, V മനോജ്, R അനീഷ്, S പ്രദീപ്, M സെബാസ്റ്റ്യൻ, V സുരേഷ്, M കണ്ടമുത്തൻ എന്നിവർ സംസാരിച്ചു. BJP ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റായി പ്രശാന്ത് ശിവൻ സ്ഥാനമേറ്റു. അധ്യക്ഷസ്ഥാനവുമായി ബന്ധപ്പെട്ട പൊട്ടിത്തെറികൾക്കൊടുവിലാണ് സ്ഥാനമേറ്റെടുക്കൽ നടന്നത്. ജില്ലയിലെ മുതിർന്ന നേതാക്കളും നിരവധി പ്രവർത്തകരും സ്ഥാനമേറ്റെടുക്കൽ ചടങ്ങിൽ സംബന്ധിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തേണ്ട പരീക്ഷകൾ നടത്താനുള്ള സാമ്പത്തിക ബാധ്യത സ്കൂളുകൾ തന്നെ ഏറ്റെടുക്കണമെന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവിനെതിരെ KSUവിന്റെ നേതൃത്വത്തിൽ ഭിക്ഷാടന സമരം നടത്തി. KSU ജില്ലാ പ്രസിഡന്റ് നിഖിൽ കണ്ണാടി ഉദ്ഘാടനം ചെയ്തു. അജാസ് കുഴൽമന്നം, സ്മിജ രാജൻ, വിപിൻ കോട്ടായി, അബു പെരിങ്ങോട്ടുകുറിശി, മുഹമ്മദ് സിജാഫ്, അമൽ കണ്ണാടി, ഷാഹിദ് പട്ടാമ്പി, യാസിർ നെല്ലായ, വിവേക് എരുമയൂർ, യാസിർ പുളിക്കൽ, മുഹമ്മദ് ഷാ എന്നിവർ നേതൃത്വം നൽകി. കിഴക്കഞ്ചേരി ശ്രീ നെടുമ്പറമ്പത്ത് ഭഗവതി ക്ഷേത്രത്തിൽ നടന്നുവന്ന ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന് സമാപനമായി. ജനുവരി 21 മുതൽ 28 വരെയായിരുന്നു സപ്താഹയജ്ഞം നടന്നുവന്നത്. ബ്രഹ്മശ്രീ ചെറുവറ്റ ശ്രീരാജ് നമ്പൂതിരിയായിരുന്നു യജ്ഞാചാര്യൻ. സ്വയം ചിന്തിക്കണം, വേറെ എവിടെയെങ്കിലും പോയിട്ട് ചിന്തിക്കല്ലേ ചെയ്യുക. ശരിക്ക് അവനവൻ്റെ ഉള്ളിൽ തന്നെയാണ് ആരുള്ളത്? ആത്മജ്യോതിസ് ഉള്ളത്. ആ അന്തരാത്മാവിനെ നന്നായിട്ട് ചിന്തിക്കണം എന്നാണ്. ആത്മനാത്മാനമുദ്ധരേ, ആത്മ തത്വത്തെ നന്നായിട്ട് ബോധിക്കണം എന്ന് പറഞ്ഞു. പിന്നീട് അവന്തിയിലെ ഒരു ബ്രാഹ്മണൻ്റെ കഥ പറയുകയാണ്. ഒരു ബ്രാഹ്മണൻ, അദ്ദേഹത്തിന് എല്ലാ ധനമുണ്ട്,
എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷേ ഒന്നും തന്നെ അദ്ദേഹം വേണ്ടതുപോലെ ഉപയോഗിച്ചില്ല. ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്, അവരെയൊന്നും അദ്ദേഹം സന്തോഷിപ്പിച്ചില്ല. നല്ലോണം ധനമുണ്ട്, പക്ഷേ ധനമൊക്കെ ഇങ്ങനെ കൂട്ടി വെച്ചു എന്നല്ലാതെ അത് വിനിയോഗിച്ചേ ഇല്ല. ഗൃഹസ്ഥനായി കഴിഞ്ഞാൽ പഞ്ചയജ്ഞം തുടങ്ങിയവ കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. 5 യജ്ഞങ്ങളുണ്ട്. ബ്രഹ്മയജ്ഞം, ദേവയജ്ഞം, പിതൃയജ്ഞം, ഭൂതയജ്ഞം, നൃയജ്ഞം. ഈ യജ്ഞങ്ങൾ അനുഷ്ഠിച്ച് ഈ പഞ്ചയജ്ഞമൂർത്തികളെ സന്തോഷിപ്പിക്കണം. ബ്രഹ്മയജ്ഞം എങ്ങനെയാണ്? വീട്ടിൽ വെച്ച് സത്സംഗങ്ങൾ നടത്തണം, രാമായണം വായിക്കുക, ഭാഗവതം വായിക്കുക, ഋഷിമാരെ എപ്പോഴാണ് ഋഷിമാർക്ക് സന്തോഷമാവുക? സജ്ജനങ്ങൾക്ക് സന്തോഷമാവുക. ഇതൊക്കെ ഈ ഗൃഹസ്ഥൻ ചെയ്യേണ്ടതാണ്. ബ്രഹ്മയജ്ഞം. പിന്നെ ദേവയജ്ഞം, അമ്പലങ്ങളിൽ പോയിട്ട് പ്രാർത്ഥിക്കുക, മാത്രമല്ല അവിടെ വഴിപാടുകളൊക്കെ ചെയ്യുക, പൂജയൊക്കെ ചെയ്യുക. ഇങ്ങനെയാണ് ദേവയജ്ഞം ഭംഗിയാവുക, ദേവയജ്ഞം സഫലാവുക. പിന്നെ ഉള്ളത് പിതൃയജ്ഞം. പിതൃയജ്ഞം എങ്ങനെയാണ് ചെയ്യേണ്ടത്? പിതൃക്കൾക്ക് സന്തോഷം വരുന്ന കർമ്മങ്ങളാണ് ചെയ്യേണ്ടത്. മൂത്തേടം ശങ്കരൻ നമ്പൂതിരി, ചിറപ്രം രമേശൻ നമ്പൂതിരി എന്നിവർ സഹ ആചാര്യന്മാരായിരുന്നു. സമാപന ദിവസമായ ചൊവ്വാഴ്ച ശ്രീമദ് ഭാഗവത സംഗ്രഹത്തിന് ശേഷം യജ്ഞസമർപ്പണം, ക്ഷേത്രപ്രദക്ഷിണം, മംഗളാരതി, പ്രസാദ വിതരണം എന്നിവ ഉണ്ടായിരുന്നു. വൈകിട്ട് അണലക്കാട് ഇല്ലം ശ്രീഗോവിന്ദ് നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ ഐശ്വര്യലക്ഷ്മി പൂജയും ഉണ്ടായിരുന്നു. ഡോക്ടർ ജാസ്മിൻസ് ഹോമിയോ ക്ലിനിക് എന്ന സ്ഥാപനം വടക്കഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു. വടക്കഞ്ചേരി റോളക്സ് ഓഡിറ്റോറിയത്തിന് മുൻപിൽ ആരംഭിച്ച ആശുപത്രിയുടെ ഉദ്ഘാടനം വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് KM ജലീൽ നിർവഹിച്ചു. പുതിയ തലമുറ, എസ്പെഷ്യലി ന്യൂ ജനറേഷൻ, ഈ അലോപ്പതി മരുന്നുകളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും മനസ്സിലാക്കിക്കൊണ്ട് ഒരുപാട് ആളുകൾ ഈ ഹോമിയോപ്പതിയിലേക്ക് തിരിയുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു സ്ഥാപനം വടക്കഞ്ചേരിയിൽ തുറന്നു പ്രവർത്തിക്കാൻ ആരംഭിക്കുന്നത്. ഏതായാലും ജോസഫിൻ്റെ ഈ ഹോമിയോപ്പതി ക്ലിനിക് നിർമ്മാണ ഗ്രഹത്താൽ നല്ല അഭിവൃദ്ധി പ്രാപിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ സമൂഹത്തോടുകൂടി ഏകോപന സമിതി ജനറൽ സെക്രട്ടറി സിജു, ട്രഷറർ സിദ്ദീഖ് എന്നിവർ പങ്കെടുത്തു. എല്ലാവിധ രോഗങ്ങൾക്കുമുള്ള ഹോമിയോ ചികിത്സ ഡോക്ടർ ജാസ്മിൻ്റെ നേതൃത്വത്തിൽ രാവിലെ 11 മുതൽ 6 വരെ ക്ലിനിക്കിൽ ലഭ്യമാണെന്ന് പ്രൊപ്പറൈറ്റേഴ്സ് അറിയിച്ചു.